ഹലോ ഫ്രണ്ട്സ്, നമ്മൾ രാവിലെ ഇറങ്ങിയേക്കുവാണ് ലിസ്ബോവയിലുള്ള ബാക്കി കാഴ്ചകൾ കാണാൻ വേണ്ടി. ഇന്ന് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ബെലേൻ ടവറാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ നോക്കിക്കേ. ഇവിടുത്തെ കെട്ടിടങ്ങൾക്കൊക്കെ ഓരോ നിറത്തിലുള്ള പെയിൻറ് അടിച്ചേക്കുന്നത് ഏകദേശം നമുക്കൊരു ബ്രസീൽ ടച്ച് പോലെ തോന്നുക. പിന്നെ പണ്ടത്തെ കാലത്ത് പോർച്ചുഗീസിൻ്റെ കോളനിയും കൂടി ആയിരുന്നല്ലോ ബ്രസീൽ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. പക്ഷെ നല്ല രസമില്ലേ ഈ പല നിറത്തിലുള്ള കെട്ടിടങ്ങളൊക്കെ കാണാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ബെലേൻ ടവറിൻ്റെ അവിടേക്ക് എത്തി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരം നടക്കണേ. അങ്ങ് അകലെ കാണുന്നതാണ് ബെലേൻ ടവർ. രാവിലെ ആയതുകൊണ്ട് വലിയ ടൂറിസ്റ്റുകളൊന്നും ഇല്ലെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇല്ല, നിറയെ തിരക്കൊക്കെ ആയിരുന്നു. അത്യാവശ്യം നല്ല ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കരുതി തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് മനസ്സമാധാനത്തോടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന്. അങ്ങനെ നമ്മൾ ആൾക്കാരൊക്കെ ഒഴിഞ്ഞപ്പോൾ പോയി നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തേ. ഈ ഒരു ബെലേൻ ടവർ 16-ാം നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിക്കുന്നത്. അന്നത്തെ കാലത്ത് ചുണ്ണാമ്പ് കല്ലുകൊണ്ടൊക്കെ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചേക്കുന്നത്. 4 നിലയുള്ള ഒരു ഗോപുരം പോലെയാണ് ഇത് പണി കഴിപ്പിച്ചേക്കുന്നത്. പക്ഷെ നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വേലിയിറക്കൊക്കെ ആയിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഉള്ള കടൽ വെള്ളമൊക്കെ താഴോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിലേക്കൂടെയൊക്കെ നടക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് സമയം നമ്മൾ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് പോന്നു കേട്ടോ. അടുത്ത കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി അവിടെ നിന്ന് വാങ്ങിയതാണ് ഈ ബ്രേസ്ലെറ്റ്. ഇത് ഭാഗ്യം കൊണ്ടുത്തരുമെന്ന് അവർ പറഞ്ഞത്. ഞാൻ പിന്നെ അവിടെ വന്ന് ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഇത് വാങ്ങിയത്. രാവിലെ കാപ്പി കുടിക്കാത്തത് കൊണ്ട് നമ്മൾ പോകുന്ന വഴിക്കൊരു റെസ്റ്റോറൻറ്റ് കയറിയേ. അവിടെ നിന്ന് പിന്നെ കാപ്പിയൊക്കെ ഓർഡർ ചെയ്തു. ഞാനാണെങ്കിൽ ഈ ഒരു ക്രോസാനാണ് വാങ്ങിയത്. എനിക്ക് ഉള്ളിൽ ചോക്ലേറ്റ് ഒന്നും ഇല്ലാത്ത പ്ലെയിൻ ക്രോസാനാട്ടെ കഴിക്കാൻ കുറച്ചും കൂടെ ഇഷ്ടം. അതൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ അവരോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി. അടുത്ത വീഡിയോയിൽ അടുത്ത കാഴ്ചകൾ കാണാവേ.